നമ്മൾ കേൾക്കാൻ പോകുന്നത് ലവ് സംബീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ 23ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിൻ ഓഫീസിലിരിക്കുമ്പോൾ അവളുടെ ഫോണിലോട്ട് കോൾ വരും. വിളിച്ചത് ഹീറോന്റെ മോന്റെ ക്ലാസ് ടീച്ചറാണ്. അവന്റെ എന്തോ ഒരു കാര്യം പറയാനായിട്ട്, എന്തോ പേരൻസ് മീറ്റിംഗ് മറ്റോ വരാൻ പോവാണ്, അത് സംസാരിക്കാനായിട്ടാണ് വിളിച്ചത്. അതുപോലെ ടീച്ചർ പറയുന്നുണ്ട് ആ പയ്യൻ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒതുങ്ങി കൂടി പോകുന്നത് പോലെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന്. ഈ നേരമെല്ലാം ഹീറോയും ഡോക്ടറും കൂടെ ബാറിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. പെൺകുട്ടികളെ പറ്റിയും അവരെങ്ങനെ വളയ്ക്കാം, അവരോട് എങ്ങനെ പിണങ്ങാതെ മുമ്പോട്ട് പോകാം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. ഈ കവിമാർ ഓരോന്നൊക്കെ എഴുതത്തില്ലേ, അതൊക്കെ പഠിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന്റെ ഫോണിലോട്ട് ഹീറോയിൻ വിളിക്കും. എന്തിനാന്ന് വെച്ചാൽ ആ മോന്റെ പേരൻസ് മീറ്റിങ്ങിനെ പറ്റി പറയാനാണ് വിളിച്ചത്. ഹീറോയിൻ നാളെ കാണാന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും നാളെ കണ്ട അത് പെൺപിള്ളേർക്ക് ഇഷ്ടമല്ല, എന്തേലും പറഞ്ഞ് അപ്പം നടത്തണം, അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ അന്നല്ലേ അവളെ ഇംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടറിന്റെ വാക്ക് കേട്ടിട്ട് ഹീറോ നേരെ ഹീറോയിനെ കാണാനായിട്ട് അവളുടെ ഫ്ലാറ്റിൽ ചെല്ലും. അവള് പറഞ്ഞ് കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ അവൻ അവിടെ ചെന്നു. ഹീറോയിൻ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഹീറോനെ കണ്ട് ഞെട്ടും. എന്താ ഇത്ര പെട്ടെന്ന്, എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അവന് ഇവിടെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണെന്ന്. ഹീറോയിന്റെ അനുവാദം പോലും വാങ്ങാതെ നൈസിന് അങ്ങ് അകത്ത് കയറും. ഹീറോയിന് പ്രശ്നമൊന്നുമില്ല, കാരണം അറിയാവുന്ന ആളല്ലേ അകത്ത് കയറുന്നത്. ഹീറോ അകത്ത് കയറിയിരിക്കുമ്പോൾ ഹീറോയിൻ അവന്റെ ഫോണിലോട്ട് ഒരു ഡോക്യുമെന്റ് അയച്ചു കൊടുക്കും. അതെന്താന്ന് വെച്ചാൽ മോന്റെ റിപ്പോർട്ട് കാർഡാണ്. അത് അവർക്ക് ഡോക്യുമെന്റ് ആയിട്ടാണ് കിട്ടുന്നത്. എന്നാൽ ഹീറോന്റെ നെറ്റില്ല എന്ന് കള്ളം പറയും. അതുകൊണ്ട് തന്നെ വൈഫൈ പാസ്വേഡ് പറഞ്ഞുതരാൻ പറയുമ്പോൾ വൈഫൈ കേടാണ്, അവിടുത്തെ റൂട്ടറിന് എന്തോ കംപ്ലൈന്റ് പറ്റി. എന്നാൽ പിന്നെ ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ അത് റെഡിയാക്കും. റെഡിയാക്കി കഴിഞ്ഞിട്ട് അവിടെ എല്ലാം സിഗ്നൽ തപ്പി നടക്കും, ഇവിടെ എവിടെയെങ്കിലും സിഗ്നൽ ഉണ്ടോന്ന്. ഹീറോയിനോട് പറയും ഞാൻ ബെഡ്റൂം ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, അവിടെ സിഗ്നൽ ഉണ്ടോന്ന്. ഞാൻ ഡോർ അടച്ചിട്ടായിരിക്കും സിഗ്നൽ ചെക്ക് ചെയ്യുന്നത്, എന്നാലേ കറക്റ്റായിട്ട് കിട്ടത്തോളൂ എന്ന് പറയും. കാരണം അങ്ങനെ ഉണ്ടത്, ഡോർ അടച്ചിട്ടാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ ഡോർ അടച്ചാൽ എന്തുമാത്രം വൈഫൈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒന്നും പറയില്ല, നോക്കിക്കോളാൻ പറയും. അങ്ങനെ അവൻ റൂമിൽ കയറിയിട്ട് അവിടെ അലമാരയൊക്കെ തുറന്നു നോക്കും ഹീറോയിനെ പറ്റിച്ചിട്ട്. അവൻ വൈഫൈ സിഗ്നൽ നോക്കുന്നില്ല, അലമാരയ്ക്കകത്ത് അവളുടെ തുണിയൊക്കെ നോക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, ചിലപ്പോൾ ഇനി അവന് സംശയമാണെങ്കിലോ വേറെ ആൺകുട്ടികളും എല്ലാം അവളുടെ കൂടെ ഉണ്ടോണെന്ന് അറിയില്ല. അവൻ കട്ടിലിന്റെ അടിയൊക്കെ നോക്കും. അവിടെ എല്ലാം പരതി നോക്കുമ്പോൾ അവൻ തറയിൽ കിടക്കുമ്പോൾ ഹീറോയിൻ ഡോറ് തുറന്ന് അകത്തോട്ട് കയറി വരും. നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാം നല്ല സിഗ്നലാന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും പുറത്തോട്ട് ഇറങ്ങിപ്പോകും. ഹീറോയിന് സംശയം തോന്നാതിരിക്കാനേ. പക്ഷെ ഹീറോയിൻ എന്തൊക്കെ ഡൗട്ട് തോന്നുന്നുണ്ട് അവന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ. അവിടെ എല്ലാം നടന്ന സിഗ്നൽ തപ്പും. വീട്ടിൽ ഫുള്ള് കവറേജ് ഉണ്ട്, നല്ല രീതിയിൽ സിഗ്നൽ കിട്ടുന്നുണ്ട്. ഹീറോയിനോട് പറയും അതുമല്ല അവിടുത്തെ കർട്ടൺ എല്ലാം അഴുക്കായിട്ടിരിക്കുകയാണ്, എന്നാൽ പിന്നെ ഞാനിത് മാറ്റാന്ന് പറഞ്ഞിട്ട് ഹീറോ അത് മാറ്റാനായിട്ട് തുനിയും. ഹീറോയിൻ വേണ്ടാന്ന് പറയുമെങ്കിലും അവൻ കേൾക്കില്ല. ഇതൊക്കെ ഞാൻ ചെയ്തു തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അത് ചെയ്യാനായിട്ട് തുടങ്ങും. അവന് ഹീറോയിനെ വിട്ട് പോകണ്ട ആ ഒരു നിലപാട് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കർട്ടനൊക്കെ മാറ്റി രാത്രിയായി കഴിഞ്ഞു. ഇപ്പോഴും അവൻ അവിടെ നിന്ന് പോയിട്ടില്ല. ഹീറോയിൻ കുറെ നേരമായില്ലേ, നീ ക്ഷീണിച്ച് കാണുമല്ലോ, പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പോകുന്നില്ല, അവന് താല്പര്യമില്ല. പക്ഷേ അവൾക്ക് മുഖത്ത് നോക്കി പറയാനും പറ്റുന്നില്ല പോവാനായിട്ട്. അതുമല്ല ഹീറോയിൻ എന്തൊക്കെയോ ഫുഡൊക്കെ വേവിക്കുന്നുണ്ട്. ഇത് ആർക്ക് കൊടുക്കാനാണെന്ന് അവൻ അറിയണം, ഇനി വേറെ ആരെങ്കിലും സെറ്റ് ആയിട്ടുണ്ടോന്നൊക്കെ. അതുകൊണ്ടാണ് അവൻ ഇത്രയും നേരം ഇവിടെ നിൽക്കുന്നത്, ആരാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് അറിയാനായിട്ട്. അവൾ ഇത്രയും നന്നായിട്ട് ഫുഡ് പാചകം ചെയ്യണമെങ്കിൽ ആരെങ്കിലും വരണമല്ലോ. കുറെ നേരം കൂടെ കഴിയുമ്പോൾ ഡോറിൽ ആരോ വന്ന് മുട്ടും. ചെന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ കൂട്ടുകാരികൾ, അതായത് ഫാഷൻ ഡിസൈനറും മോഡലും പിന്നെ സിസ്റ്ററുമാണ്. ഇവരെ കണ്ടപ്പോൾ ഹീറോയ്ക്ക് സമാധാനമായി. എല്ലാരെയും വെൽക്കം ചെയ്ത് അകത്തോട്ട് വിളിക്കും. പക്ഷേ സിസ്റ്ററിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഹീറോ വന്നത്. ഇനി ഹീറോയിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. സിസ്റ്റർ വന്ന് ഹീറോയിനോട് ചോദിക്കും എന്താ പ്രശ്നം, ഇവൻ എന്താ ഇവിടെ നിൽക്കുന്നത്, ഇവനെ പറഞ്ഞു വിട്ടുവിടുന്ന്. എന്നാൽ ഹീറോയിൻ പറയും എനിക്കറിയില്ല ഇവൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണെന്ന്. അതുമല്ല ഹീറോ ഒരു ഗസ്റ്റ് എങ്ങനെയാണോ വീട്ടിൽ വന്നത് അതുപോലെ തന്നെ ആ പെൺകുട്ടികൾക്ക് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഹീറോ തന്നെ തുറന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് സിസ്റ്ററിനും ഹീറോയിനും മനസ്സിലാവുന്നില്ല. സിസ്റ്റർ ആണെങ്കിൽ അവനെ രൂക്ഷമായിട്ട് നോക്കി നിൽപ്പുണ്ട്, അവനെ കയ്യിൽ കിട്ടിയ തല്ലിക്കൊല്ലും എന്നുള്ളൊരവസ്ഥയിൽ. മറ്റേ പെൺകുട്ടികൾ, സിസ്റ്ററും ബാക്കിയുള്ള പെൺകുട്ടികളും ആൺപിള്ളേരെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആൺപിള്ളേർ ഇങ്ങനെയാണ്, ചതിയന്മാരാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹീറോ അങ്ങ് ഓക്വേർഡ് ആയി പോകും, കാരണം ഇതൊക്കെ കേട്ടിരിക്കുകയല്ലേ. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഹീറോ അവരോട് പറയും, ആ രണ്ട് പെൺകുട്ടികളോട് പറയും ഹീറോയിനെ നല്ല രീതിയിൽ നോക്കുന്നില്ലേ, അവൾ ഒറ്റയ്ക്കായി പോകാതെ നോക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ അവരോട് നന്ദി പറയും. അതിന് സമ്മാനമായിട്ട് ഹീറോ അവന്റെ മാളിൽ ഇവർക്ക് ഫ്രീ ആയിട്ട് ഒരു എൻട്രിയും എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം, അതുമല്ല ഒരു അസിസ്റ്റന്റിനെ കൂടെ നിർത്താമെന്നും പറയുന്നുണ്ട്. ഇവർക്ക് മാളിൽ കൂടെ പോകാനായിട്ട് എന്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് എടുക്കാം. ഇത് കേൾക്കുമ്പോൾ ബാക്കി രണ്ട് പെൺപിള്ളേര് മയങ്ങും. അവർക്ക് ഇഷ്ടപ്പെട്ടു, കാരണം എന്ത് വേണമെങ്കിലും എടുക്കാമല്ലോ. ഇപ്പൊ അവർ ഇംപ്രസ് ആയിട്ട് ഹീറോയിനോട് സംസാരിക്കും, ആണോ സത്യമാണോ, എവിടാ മാള്, അത് നിങ്ങളുടെ സ്വന്തം മാളാണോന്നൊക്കെ. ഇതൊക്കെ ഹീറോയിൻ ദൂരം നിന്ന് കേൾക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ജലസ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവള് ഒന്ന് ചുമയ്ക്കും. സിസ്റ്ററിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ഇവരെ രണ്ടുപേരെയും പേടിപ്പിച്ച് അടുക്കളയിലോട്ട് പറഞ്ഞു വിടും. ഹീറോയിൻ അവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത് കണ്ടില്ലേ, പോയി സഹായിക്കും പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അവര് പോയി സഹായിക്കും. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിനോട് വന്ന് സംസാരിക്കും, നിനക്ക് വേണമെങ്കിൽ പൊയ്ക്കോ, ഇനി നീ സമയം കളയണ്ട, ഒരുപാട് പണിയുള്ളതല്ലെന്ന്. എന്നാൽ ഹീറോയ്ക്ക് പോകാൻ താല്പര്യമില്ല. ഹീറോയിൻ ആണെങ്കിൽ എന്ത് ദുഷ്ടതയാണെന്ന് അറിയാമോ, അവൻ ഇത്രയും നേരം കാത്തിരുന്നിട്ട് ഇത്തിരി ഫുഡ് കൊടുത്തുവിടായിരുന്നു അവന്, അതില്ല. അവനെ പറഞ്ഞു വിടും, ഇനി എന്തെങ്കിലും വൈഫൈൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ കർട്ടൺ മാറ്റണമെങ്കിലോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന്
എന്ന് പറഞ്ഞിട്ട് ആ പാവ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്താ പറയാ, അവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവളൊന്നും മൈൻഡ് ആക്കിയില്ല. പക്ഷെ അവൻ വീണ്ടും വീണ്ടും അവളുടെ പിന്നാലെ നടന്നു. ചിരിച്ചുകൊണ്ടാണ് അവൻ ഫുൾ ടൈം ഇരുന്നത്. അത് കണ്ടപ്പോൾ പാവം തോന്നി. പിന്നീട് ഹീറോ വന്ന് കാണുന്നത് ഡോക്ടർ പയ്യനെയാണ്. ഇപ്പൊ ഇവര് തമ്മിൽ നല്ല കൂട്ടാണല്ലോ, രണ്ടുപേർക്കും ആവശ്യമുണ്ട്. ഡോക്ടർ പയ്യനോട് വന്ന് കാര്യങ്ങളൊക്കെ പറയും. ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. അവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഹീറോ മൈൻഡ് ചെയ്തില്ലല്ലോ. ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഡോക്ടർ കുറെ സയന്റിഫിക് ആയിട്ടുള്ള അസുഖങ്ങളുടെ കാര്യമൊക്കെ പറയും. ഇങ്ങനെ ഹോർമോൺ അങ്ങനെ ഹോർമോൺ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഹീറോയ്ക്ക് ഇതെല്ലാം മനസ്സിലാവോ? അവൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളല്ലേ. അവന് വേറൊരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പയ്യൻ ഹീറോയിനോട് പറയും, ഹീറോയിനെ അറിയിക്കണം നിങ്ങൾക്ക് ലവ് സിക്ക് ആണെന്നുള്ള കാര്യം. അതായത് ഹീറോയിൻ പ്രണയ വിരഹം കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവന് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹീറോയിനെ അറിയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹീറോയിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നേക്കാം. അവൾ ചിലപ്പോൾ ഹീറോയിനെ ഇഷ്ടപ്പെട്ടേക്കാം. ഇത് ഡോക്ടർ പയ്യൻ പ്ലാൻ ആയിട്ട് പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം ഹീറോയിനെ കാണാനായിട്ട് ഹീറോയിന്റെ അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഇത് അവരുടെ പ്ലാനാണ്. അസിസ്റ്റന്റ് വന്നിട്ട് ഹീറോയിനോട് പറഞ്ഞു കൊടുക്കും, ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഓഫീസിലാണെങ്കിൽ എല്ലാ സമയം വിഷമിച്ചാണ് ഇരിക്കുന്നത്, നേരെ ചൊവ്വേ ഫുഡ് കഴിക്കുന്നില്ല, പാവമാണ്, എല്ലാം നിങ്ങളെ കാരണമാണ്, ഒന്ന് അവനെ മൈൻഡ് ചെയ്തൂടെ എന്ന്. ഹീറോ അറിയാത്ത രീതിയിൽ അസിസ്റ്റന്റ് വന്ന് ഹീറോയിനോട് പറയുന്നതാണ്. അതുമല്ല ഹീറോയിൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. ഹീറോ കുറെ ദിവസമായിട്ട് ഹീറോയിന്റെ ഫ്ലാറ്റിന്റെ താഴെ വരുന്നുണ്ട്. എന്നിട്ട് ആ ഫ്ലാറ്റിലോട്ട് ഒറ്റ ഓട്ടമാണ് അവളെ കാണാനായിട്ട്. എന്നിട്ട് പകുതി വരെ പോയിട്ട് തിരിച്ചു വരും. അവന് പോകണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ പോകാൻ പറ്റുന്നില്ല. അത് ഹീറോയിന് വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കും. അതല്ല അവൻ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കാൻ പോയില്ലായിരുന്നോ, ആ സമയമെല്ലാം അവൻ വിഷമിച്ചിട്ടാണ് ഇരുന്നിട്ടുള്ളത്. ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. ഈ ഫോട്ടോ കാണുമ്പോൾ ഹീറോയിന് ഒരു ഡൗട്ട്. എന്താന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുക്കണമെങ്കിൽ തൊട്ടടുത്തിരുന്ന് വേണം ഫോട്ടോ എടുക്കാൻ, അല്ലാതെ എടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവന് ഉത്തരമില്ല. നീ അവന്റെ ബെഡിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുത്തതാണോ എന്ന് അവനോട് ചോദിക്കും. അവന് മനസ്സിലായി പ്ലാൻ എല്ലാം അവൾ തൂക്കി എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ അവൻ ബിൽഡിങ്ങിലോട്ട് ഓടിയത് സത്യമാണോ എന്ന് അറിയാൻ പാടില്ല. ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് സത്യമാണെന്ന് തോന്നുന്നു. എന്തായാലും ഹീറോയിൻ തൂക്കിയെന്ന് മനസ്സിലാക്കിയിട്ട് നൈസിന് അവിടെ നിന്ന് അവൻ സ്കൂട്ടാവും. ഹീറോയിന്റെ രണ്ടാമത്തെ പ്ലാൻ വർക്കായിട്ടില്ല. രാത്രിയാകുമ്പോൾ ഹീറോ വീട്ടിലിരുന്നിട്ട് അവന്റെ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്ലേ ബോയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ ഹീറോയിൻ എടുത്ത സെയിം സ്കൂട്ടിയുടെ കൂടെ നിന്ന് തന്നെ അവനും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവന് മനസ്സിലായി സംഭവം എന്താണെന്ന്. പിറ്റേ ദിവസം എന്താ നടക്കുക, ആ മ്യൂസിയം തന്നെ അവൻ പൊളിച്ചിട്ടുണ്ട്. ഹീറോ ആ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ആരൊക്കെയോ ആ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോവാണ്. ആ സമയം അങ്ങോട്ട് പ്ലേ ബോയ് വരും. ഒന്ന് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും പറക്കിക്കൊണ്ട് പോവാണ്. അവന് ദേഷ്യം വന്നിട്ട് എല്ലാവരോടും പണി നിർത്തി വയ്ക്കാൻ പറയും. എന്തിനാടാ ഇതൊക്കെ കൊണ്ടുപോകുന്നത്, ഞാൻ മാസം ഒരു തുക ഇതിന് കൊടുക്കുന്നില്ലെന്ന്. പക്ഷെ ഇത് വേറൊരാൾ വാങ്ങിച്ചു കഴിഞ്ഞു. അവന്റെ കൂട്ടുകാരൻ തന്നെ ഹീറോയ്ക്ക് വിറ്റതാണ്. വേറെ വഴിയില്ല, എല്ലാം കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഹീറോ അവനോടുള്ള വാശിക്ക് എല്ലാം പൊളിച്ച് വിൽക്കാൻ പോവാണ്. അവൻ അവിടുത്തെ മാനേജറുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ അവന്റെ ഫോണിലോട്ട് കോള് വരും. വിളിച്ചത് ഹീറോയാണ്, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഹീറോനെ കാണാനായിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോകും. ഹീറോയാണ് ഇത് പൊളിച്ചു വിട്ടേന്ന് അവനെ അറിയാലോ. അതുകൊണ്ട് തന്നെ അവനോട് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതൊന്നും നീ അറിയണ്ട, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഹീറോയിൻ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അടുപ്പം വേണ്ടാന്ന്. പക്ഷെ അവൻ സ്റ്റൈലായിട്ട് പ്ലേ ബോയ് സ്റ്റൈലായിട്ട് ഇരുന്നിട്ട് ഹീറോനോട് പറയും, നിനക്ക് ഹീറോയിനെ പറ്റി എന്തറിയാം, അവളുടെ കമ്പനി എന്തുമാത്രം റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷം അവളുടെ കമ്പനി എന്തുമാത്രം വളരുന്നു, അടുത്ത 3 വർഷം എന്തുമാത്രം വളരുന്നു, ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ നിനക്കറിയത്തില്ല. നിനക്ക് ഇതിന്റെ എന്തെങ്കിലും തുമ്പെങ്കിലും അറിയാമോ? അതുകൊണ്ട് നീ ഹസ്ബൻഡ് ആണെന്ന് മാത്രം പറയില്ല, അവളോട് മിണ്ടണം വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. ഓ അങ്ങനാണോ, എന്നാ പിന്നെ അടുത്ത 3 വർഷത്തെ 5 വർഷത്തേക്ക് കണക്ക് ഞാൻ പഠിച്ചിട്ട് അവളെ ഞാൻ സ്വന്താക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. യുവമാരെ തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ട്. പിന്നീട് ഹീറോ ഓഫീസിൽ വരുമ്പോൾ അസിസ്റ്റന്റ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, ആ മ്യൂസിയത്തിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. അവർക്ക് പോലും അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഗോഡൌണിൽ സൂക്ഷിക്കാൻ പറയും. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റന്റിന് മനസ്സിലായി പൈസ വെറുതെ പൊട്ടിച്ച് കളഞ്ഞതാണെന്ന്. അതുമല്ല അസിസ്റ്റന്റിനോട് ഹീറോ പറയും കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്, ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആർക്കാണെന്ന് പറയുന്നില്ല. ഈ നേരം കമ്പനിക്ക് പുറത്ത് 2 പേര് കാറിലിരുന്ന് ഈ കമ്പനിയെ പൊളിക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? ഹീറോനെയൊക്കെ സ്പൈ ചെയ്തില്ലേ അവർ ട്രിപ്പിന് പോയപ്പം, അയാളും പിന്നെ മറ്റേ ലോയറും ആ പെൺകുട്ടിയുടെ ബോഡി ഗാർഡും. അവർ രണ്ടുപേരും കൂടെ ഹീറോനെ പൊളിക്കാനായിട്ട് പ്ലാൻ ഇടുകയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി ഈ ലോയർ എവന്റെ കൂടെ ചേർന്നിട്ട് ഈ കമ്പനി പൊളിക്കാനുള്ള പ്ലാൻ ഇടുകയാണ്. ഈ ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ആൾക്കാരുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഹീറോയ്ക്കിട്ട് നല്ല പണി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യാണ്. ഇനി എന്ത് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും അവന്മാര് വില്ലന്മാരായിട്ട് വരുമെന്ന് ഉറപ്പാണ്. ഇതിനുശേഷം ഹീറോ പോയി കാണുന്നത് ആരെയായിരിക്കും? സിസ്റ്ററിനെ തന്നെ. അതുകൊണ്ടല്ലേ കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞത്. അവൾക്ക് അതിനോടൊക്കെ ക്രേസ് ഉണ്ടല്ലോ, പക്ഷെ അത് കൊണ്ടുവന്നിട്ടില്ല, അറിയാൻ പാടില്ല എന്താണെന്ന്. അവളെ വന്ന് കണ്ടിട്ട് അവളോട് സംസാരിക്കും, എനിക്ക് ഹീറോയിന് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ വിചാരിച്ചത് അവൾ എന്നെ വിട്ട് പോയതിനു ശേഷം അവൾ ഒരുപാട് കഷ്ടപ്പെടും, അവൾ എന്നെ മിസ് ചെയ്യുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല, അവൾ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവളുടെ വില എന്ത് മാത്രമാണെന്ന്. അവളോടൊന്ന് സംസാരിച്ച് എല്ലാം പഴയതുപോലെ ആക്കി തരാമോന്ന്. എന്നാൽ ആദ്യം ഈ സിസ്റ്റർ സമ്മതിക്കത്തില്ല. പിന്നീട് അവന്റെ ഈ വിഷമം കണ്ടിട്ട് സമ്മതിക്കും. അതുമല്ല ഹീറോ അവളോട് പറയും, ഡോക്ടർ നിന്നെ കാരണം ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അവനാണെങ്കിലും നേരെ ചൊവ്വേ ഭക്ഷണം കഴിയുന്നില്ല, നേരെ ചൊവ്വേ ഹോസ്പിറ്റലിൽ വർക്കിന് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, എല്ലാം തകർന്ന അവസ്ഥയിലാണെന്ന്. ഹീറോ അവനെ കൂടെ ഇതിന്റെ ഇടയിൽ സഹായിക്കുകയാണ് സിസ്റ്ററിന് വേണ്ടിയിട്ട്. സിസ്റ്ററിന് വേണ്ടിയിട്ടല്ല, ഡോക്ടറിന് കൂടെ വേണ്ടിയിട്ടാണ്. ഡോക്ടർ പറഞ്ഞിട്ടാണ് ഹീറോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഡോക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ ഇംപ്രസ് ആയി. അതുകൊണ്ട് തന്നെ സഹായിക്കാന്ന് സമ്മതിക്കും. നമ്മുടെ
ഹീറോനോട് പറയും ഹീറോയിനെ കാണണമെങ്കിൽ അവൾ ഇന്നത്തെ ദിവസം ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവളെ കാണാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കൂടെ തന്നെ ആ പ്ലേ ബോയ് ഉണ്ടെന്ന്. ഹീറോയിൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ അവന്റെ കാര്യം കേട്ടപ്പോൾ സന്തോഷം പോയി. പിന്നീട് എന്താ നടക്കുക, ഹീറോയിനെ കാണാനായിട്ട് അവൾ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചെല്ലും. കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേ ബോയ് അവൾക്ക് ക്ലാസ് എടുക്കുകയാണ്. പ്ലേ ബോയ് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇനിയും പൈസ ഇറക്കി നല്ല രീതിയിൽ ലാഭം കൊയ്യാന്ന്. പക്ഷേ കമ്പനി പൈസ ഇറക്കാനുള്ള അവസ്ഥയിൽ വന്നിട്ടില്ല. പൈസയെല്ലാം ഇവൻ മുടക്കാം, പക്ഷേ ലാഭം വരുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതിയെന്ന്. ഇങ്ങനെ പോയാൽ ഒരിക്കലും ലാഭം കിട്ടത്തില്ല. ഇതിൽ നിന്ന് കിട്ടുന്നത് എടുത്തിട്ടല്ലേ മുടക്കേണ്ടത്. പക്ഷെ അങ്ങനല്ല, കയ്യിൽ നിന്ന് മുടക്കാന്നാണ് അവൻ പ്ലാൻ ചെയ്യുന്നത്. പൈസ അവൻ അടച്ചോളാന്ന്. ഈ ക്ലാസ് ഒക്കെയാണ് അവൻ അവിടെ എടുക്കുന്നത്. ഹീറോ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഹീറോ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. പ്ലേ ബോയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. പ്ലേ ബോയ് സമ്മതിച്ചു അവിടെ ഇരിക്കാനായിട്ട്. അവൻ ഈ ക്ലാസ് എടുക്കുന്നത് ഹീറോ കേൾക്കുന്നുണ്ട്. ഹീറോയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും കമ്പനി പൊട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ എണീറ്റിട്ട് ഞാൻ ക്ലാസ് എടുക്കണമെന്ന് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് അവൻ ക്ലാസ് എടുക്കാൻ തുടങ്ങും. അവനൊരു ബിസിനസ്സുകാരനാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അവൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഇക്വേഷനും കാണിച്ചു കൊടുത്തിട്ട് കമ്പനിയിൽ നിന്ന് കിട്ടുന്നതിന് ഇത്ര പെർസെൻറ്റേജ് മാത്രം എടുത്തിട്ട് ബിസിനസ്സിലോട്ട് മുടക്കാവും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും അത് നിന്റെ തീരുമാനമായിരിക്കണം, കാരണം ഇത് നിന്റെ കമ്പനിയാണെന്ന് ഹീറോയിനോട് പറയും. അവൾക്കും അത് കറക്റ്റ് ആണെന്ന് തോന്നും. കാരണം ആരെന്തൊക്കെ പറഞ്ഞാലും അവസാനത്തെ തീരുമാനം നമ്മുടേതാണ്. നമ്മളാണ് അതിന് തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം നല്ലതാണോ മോശമാണോ അതിന്റെ റിസൾട്ട് നമ്മളാണ് അനുഭവിക്കേണ്ടത്. ഇത് ഹീറോയിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഹീറോയിന് മനസ്സിലാവും ആരെന്ത് പറഞ്ഞാലും അവളുടെ തീരുമാനമാണ് അവസാനത്തത്. കാരണം അവളുടെ കമ്പനിയാണ്, അവളുടെ ജീവിതമാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഹീറോയിന് പോകാൻ സമയമായി. അവള് പോവാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഹീറോയും അതുപോലെ തന്നെ പ്ലേ ബോയ് ആയിട്ട് അടിയാവും. ഹീറോയിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോയിൻ പറയും, ഞാൻ നടന്നു പൊയ്ക്കോളാം, എനിക്ക് നടക്കുന്നതാണ് ശീലം, ഞാൻ നടന്നു പോവാന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോകും. പോകുന്നതിന് മുമ്പ് ഹീറോയിൻ പ്ലേ ബോയോട് പറയും ബോർഡിൽ എഴുതിയിരിക്കുന്നത് മായ്ക്കാൻ, അതുപോലെ തന്നെ ഓഫീസ് പൂട്ടാനായിട്ടും. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് സമയം എടുക്കും. ഹീറോ അവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ പോട്ടോടാന്ന് ചോദിച്ചിട്ട് അവൻ പോകും. ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ പിന്നാലെ. അവന് ഓഫീസൊക്കെ പൂട്ടാനുണ്ട്, അതുമല്ല ബോർഡൊക്കെ മായ്ക്കാനുണ്ട്. അവരെല്ലാവരും പോയതിനു ശേഷം പ്ലേ ബോയ്ക്ക് നല്ല ദേഷ്യവും. അവന്റെ ഒരു സൊല്യൂഷൻ പോലും അവൻ വരച്ച് പഠിപ്പിച്ച എല്ലാ സൊല്യൂഷനും മായ്ച്ചു കളയും. ഈ പ്ലേ ബോയ്ക്ക് വലിയതായിട്ട് ബിസിനസ്സിൽ അറിവില്ല, എന്നാലും അറിവുണ്ട്. അവന്റെ ചേച്ചിയാണ് ഈ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അവരാണ് ഇതിൽ കിങ്. ഇവൻ സാധാരണ ബിസിനസ് ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് തന്നെ ആ ഒരു അറിവൊക്കെ കിട്ടിയിട്ടുള്ളൂ. അവൻ ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ അറിവില്ല. അത് ഹീറോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഹീറോയിനോട് പറഞ്ഞത് നേരത്തെ അവനുമായിട്ട് ബിസിനസ് വേണ്ട, അവന് ബിസിനസിനെ പറ്റി അറിയത്തില്ല എന്ന്. പക്ഷേ ഹീറോയിൻ കേട്ടില്ല. അവൻ ഇൻവെസ്റ്റ് ചെയ്തു. കട്ട് ചെയ്താൽ സിസ്റ്ററിനെ കാണാനായിട്ട് നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ എന്തൊക്കെയോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടറിനെ അകത്ത് വിളിച്ചുകൊണ്ട് വന്നിരുത്തും. ഡോക്ടറിനും സിസ്റ്ററിനും എന്ത് പറയണമെന്ന് അറിയത്തില്ല. രണ്ടുപേരും നല്ല ഓക്വേർഡാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ കുറച്ച് കോസ്മെറ്റിക് സാധനം എടുത്ത് അവൾക്ക് കൊടുക്കും. അത് ഏതാണെന്ന് മനസ്സിലായോ? ഹീറോ അവന്റെ അസിസ്റ്റന്റിനോട് കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞില്ലേ, അത് ഈ കോസ്മെറ്റിക് സാധനം തന്നെയാണ്. ചിലപ്പോൾ അവൻ പൈസ കൊടുത്ത് ഹീറോന്റെ വാങ്ങിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഹീറോ ഗിഫ്റ്റായിട്ട് കൊടുത്തായിരിക്കാം, അറിയാൻ പാടില്ല. എന്തായാലും അതെടുത്ത് സിസ്റ്ററിന് കൊടുക്കും. സിസ്റ്ററിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിന്റെ സ്കിൻ ഭയങ്കര ഡ്രൈ അല്ലേ, അതുകൊണ്ടാണ് ഡ്രൈ സ്കിന്നിനുള്ള മോയ്സ്ചറൈസർ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവളുടെ സ്കിന്ന് ഡ്രൈ ആണെന്നുള്ള കാര്യം. അതുകൊണ്ടല്ലേ അത് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവളോട് പറയുന്നുണ്ട്, ഇനി നീ കമ്പനിയിൽ ബാക്കി വരുന്ന സാധനങ്ങളൊന്നും മുഖത്തിടണ്ട, അത് അലർജി ഉണ്ടാക്കും, ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാമെന്ന്. ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും. ലിപ്സ്റ്റിക്ക്, ഐലൈനർ, പിന്നെന്താ പറയാ ഓരോ കാര്യങ്ങളൊക്കെ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, എന്തായാലും ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും. മതി മതി, നീ പറയാൻ വന്ന കാര്യം എന്താണെന്ന് സിസ്റ്റർ അവനോട് ചോദിക്കും. അവൻ അവളോട് പറയും, അതെ നമ്മൾ തമ്മിൽ ഒരു ഗ്യാപ്പും ഇല്ല. ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് നീ സാധാ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇപ്പൊ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. നിന്റെ ഹാർഡ് വർക്കേ ഞാൻ കാണുന്നുള്ളൂ, നീ ആരാണെന്ന് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അവൻ അവളെ പ്രപ്പോസ് ചെയ്തു. ഇത്ര സിമ്പിളായിട്ട് നീ എന്നെ പ്രപ്പോസ് ചെയ്തോടാന്ന് ചോദിച്ചിട്ട് അവനെ ഇട്ട് അടിക്കാൻ തുടങ്ങും. ആന്ന് പറഞ്ഞിട്ട് അവൻ കരയും, എനിക്ക് ഇവിടെ വേദന എടുക്കുന്നു. ഞാൻ നിന്നെ ഉപദ്രവിച്ചോ, എവിടെ വേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അടുത്ത് ചെല്ലുമ്പോൾ അവൻ ഇങ്ങനെ നെഞ്ചത്തു നിന്ന് കൈ മാറ്റും. എന്നിട്ട് ദാണ്ട ഇവിടെ നിന്നാന്ന് പറയും, ഹൃദയത്തിൽ നിന്നാന്ന് പറയും. ചുമ്മാ ഇത് കേൾക്കുന്ന അവള് പറയും, നീ എന്നെ പേടിപ്പിച്ചല്ലോളാ. അതുമല്ല അവളുടെ കൈ പിടിച്ചിട്ട് അവൻ പറയും, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ നിന്റെ കൂടെ കാണും, നിന്റെ പിന്നിൽ നിനക്ക് സപ്പോർട്ടായിട്ട് ഞാൻ കാണും, അതുകൊണ്ട് നീ പേടിക്കാൻ പാടില്ല, എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ കാണുന്നു. ഇതും പറഞ്ഞിട്ട് പിന്നെന്താ അവൻ അവൾക്ക് ഉമ്മ കൊടുക്കും. പിന്നെ ഉമ്മ വെപ്പാണ്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 23ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.